ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാ ഡി എം വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ടെലഗ്രാം വഴിയും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ് ബാക്ക്ലോഗ്. ഒരുപാട് പേർക്ക് ബാക്ക്ലോഗ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഷെഡ്യൂള്, ഇപ്പം നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവും, ആ ഷെഡ്യൂൾ അനുസരിച്ച് എങ്ങനെയാണ് ബാക്ക്ലോഗ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വാട്സപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും പോയിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം വാട്സപ്പിലൊക്കെ 1500+ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ അടുത്ത ചെയ്യുന്ന വീഡിയോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ വന്നത് എങ്ങനെ റിവിഷൻ, ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് എങ്ങനെ റിവിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ടെലഗ്രാമിൽ ഏറ്റവും കൂടുതൽ അതിന് റെസ്പോൺസ് കിട്ടിയത് ബാക്ക്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക്ലോഗ് നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് എങ്ങനെ ബാക്ക്ലോഗ് ചെയ്യണം, എങ്ങനെയൊക്കെ കവർ ചെയ്ത് പോകണം എന്നുള്ളതല്ല, ഞാൻ എങ്ങനെയൊക്കെയാണ് എനിക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു ഒരുപാട്, അതായത് 50+ ഹവേഴ്സ് എനിക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ബാക്ക്ലോഗ് എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത്. 50+ ഹവേഴ്സ് അല്ല കേട്ടോ എനിക്ക് ബാക്ക്ലോഗ്, എനിക്ക് തോന്നുന്നു 100+ ഹവേഴ്സ് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസ് എനിക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു നീറ്റിന് പ്രിപ്പയർ ചെയ്തപ്പോൾ. സോ ഇത് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. ഈ ബാക്ക്ലോഗ് ഉണ്ടായി കഴിഞ്ഞാൽ നീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചവരോട് പറയാനുള്ളത്, എനിക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു, എനിക്ക് നീറ്റ് നല്ല സ്കോർ നേടാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ബാക്ക്ലോഗ് ഇപ്പം നിങ്ങൾക്ക് സഫീഷ്യൻറ്റ് ടൈം ഉണ്ട്, 8 മാസത്തോളം ഉണ്ട്. കറക്റ്റ് പക്ക സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മെഡിക്കൽ വ്ളോഗ്സുകൾ വരാനുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ വ്ളോഗ് MBBS വ്ളോഗ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്, അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇതും ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റാ DM വഴിയൊക്കെ ചോദിച്ചതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് പേര് പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇവർക്കൊക്കെ ഒരു സൊല്യൂഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യണം, അതായത് നീറ്റിൻ്റെ നല്ലൊരു എമൗണ്ട്, ഒരു 15,000 അല്ലെങ്കിൽ 20,000 റുപ്പീസ് കൊടുത്തിട്ടൊന്നും നല്ലൊരു കോച്ചിങ് വാങ്ങാൻ കഴിയാത്തവരുണ്ട്. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷനാണ് ടെല്ല ക്ലാസ്സസ്. ഓക്കെ, ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ അവരുടെ കോഴ്സ് എനിക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നോക്കിയതാണ്, ഞാൻ വെറുതെ പറയല്ല, അടിപൊളി ക്ലാസ്സസ് ആണ്. കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ്, നല്ല ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ 5000 രൂപയ്ക്ക് 1 ഇയർ കോഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എല്ലാ കാര്യം. നിങ്ങൾക്ക് നോർമലി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണോ കിട്ടുന്നത് ഇതെല്ലാം ഇവിടെ 5000 റുപ്പീസിന് കിട്ടും. മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും, ചെറിയൊരു എമൗണ്ടിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജിയോ ഒരു മാസത്തേക്ക് മാത്രം മതി, ഒരു മാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഏകദേശം 700 റുപ്പീസിനൊക്കെ ഒരു മാസം നിങ്ങൾക്ക് മാത്രം ഫിസിക്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഈ ക്ലാസ് ഇപ്പം നിങ്ങൾ കറന്റ് ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അവരുടെ ഫിസിക്സ് ക്ലാസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അല്ലെങ്കിൽ കെമിസ്ട്രി വീക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, തീർച്ചയായിട്ടും അവരുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ അതിൽ ഹെൽപ്പ് ചെയ്യും. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ്സസ് തന്നെയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ബാക്ക്ലോഗ്. അപ്പോൾ ഞാൻ ഈ ബാക്ക്ലോഗിന് വേണ്ടി നല്ലൊരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇനീഷ്യലി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഒരുപാട് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ലോഗ് ഉണ്ടാകുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കൊരു മോഡലിനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ടോപ്പിക്സ് കൂടിയിട്ടൊക്കെ ഒരു മോഡൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഉള്ള പാഠം ചാപ്റ്റർ മോഡലിന് വന്നു കഴിഞ്ഞാൽ മോഡൽ വീക്ക്ലി എക്സാമിൻ്റെ മാർക്ക് കുറയും, മോഡൽ എക്സാമിൻ്റെ മാർക്ക് കുറയും. ഇതൊരു പ്രോബ്ലമാണ്. സോ ഇതൊക്കെ ഈ ബാക്ക്ലോഗ് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്ക്ലി എക്സാമിന് മാർക്ക് കൂടും, മോഡൽ എക്സാമിന് മാർക്ക് കൂടും. ഡെഫിനറ്റ്ലി യു ക്യാൻ ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ബാക്ക്ലോഗ് തന്നെ ഇതായി കഴിഞ്ഞാൽ. അപ്പോൾ ബാക്ക്ലോഗ് എങ്ങനെയാണ് ഇതൊക്കെ, അതായത് റെക്ടിഫൈ ചെയ്യുക, കവർ ചെയ്യുക. ഞാൻ ഉപയോഗിച്ച മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെയിലി നിങ്ങൾ 1 ഹവർ ബാക്ക്ലോഗിൽ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെയിലി 1 ഹവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു മാസം നിങ്ങൾക്ക് എത്ര കിട്ടും, 30 ഹവർ നിങ്ങൾക്ക് ബാക്ക്ലോഗിന് തന്നെ കിട്ടും. ഓക്കെ, 30 ഹവർ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ 8 മാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 30 ക്ലാസ്സസ് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ വിത്തിൻ 2 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റും. സോ അപ്പോൾ ശരിക്കും ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ് അല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 2 മണിക്കൂറിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്, 1.5x ഇട്ട് കാണണം. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബാക്ക്ലോഗുള്ള ക്ലാസ്സസ് കാണേണ്ടത്, ബാക്ക്ലോഗ് അല്ല, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾ എപ്പോഴാണ് ഈ ബാക്ക്ലോഗ് നിങ്ങൾ കണ്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രാവിലെ, നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്, ഓൺലൈൻ സ്റ്റുഡൻസിനെ ബാക്ക്ലോഗിൻ്റെ പ്രോബ്ലം ഉള്ളൂ. ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു 8 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റെക്കോർഡ് ആണെങ്കിൽ നോർമലി നേരത്തെ തന്നെ അവർ ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു 6 to 7 മണിക്കൂർ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ബാക്ക്ലോഗ് തീർക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യും, എന്താ പറയുക, ഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞ് കിട്ടും. പിന്നെ ബാക്ക്ലോഗിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, ജസ്റ്റ് ആ ക്ലാസ് കേട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ക്ലാസ് കേട്ട് നോട്ട് ചെയ്താൽ മാത്രം പോരല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ പഠിക്കും വേണമല്ലോ അല്ലേ? ക്ലാസ് കേട്ട് നോട്ട് ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് നമ്മൾ എന്താണ് എഴുതിയത് ജസ്റ്റ് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ അത് എപ്പോൾ പഠിക്കും? അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അന്നത്തെ ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അത് ഓക്കെയാണ്, അത് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ബാക്ക്ലോഗ് ഉള്ളവർ ഞാൻ പറഞ്ഞ ഈ 1 മണിക്കൂറിൻ്റെ സെഷൻ ഇപ്പോൾ നിങ്ങളൊരു വീക്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്കിപ്പോൾ സൺഡേ എക്സാം ആയിരിക്കും. സോ 6 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിൻ്റെ അന്ന് നിങ്ങൾ ക്ലാസ് കേൾക്കണം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നോർമലി ശനിയാഴ്ച വരെ നിങ്ങൾ 6 ഹവേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, 3 ക്ലാസ് കേട്ടിട്ടുണ്ടാവും. സോ ഈ ഒരു 3 ക്ലാസ് കേട്ടത് നിങ്ങൾ സൺഡേ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റ് ഫുൾ ഫ്രീ ആണ്. ആ നൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ജസ്റ്റ് 1 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. പിന്നെ അന്നൊരു ക്ലാസ്സും കൂടി കേൾക്കുക. ഓക്കെ, അപ്പോൾ ഒരാഴ്ചത്തെ 7 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നിങ്ങൾ ബാക്ക്ലോഗേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ബാക്ക്ലോഗേഴ്സ് ആയാലും ഏതായാലും 1.5x ഇട്ട് കാണണം. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ 1x ഇട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, 1.5x ഇട്ട് കാണരുത് എന്നൊക്കെ പറയും. ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, അതായത് നീറ്റ് ഗെയിൻ ചെയ്ത് എല്ലാവരും 1x ഇട്ട് കണ്ടവരൊന്നല്ല, 1.5x ഇട്ട് കണ്ടവരാണ്. അതായത് അങ്ങനല്ല, നമ്മൾ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ശീലിക്കണം. എന്നാലുള്ള നമുക്ക് പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉള്ള മെയിൻ പ്രശ്നം എന്ന് നിങ്ങൾക്കറിയോ, ഈ 1x മാത്രം ഇട്ട് കാണുന്നില്ലെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് കണ്ട് കഴിയുമ്പോഴത്തേക്ക് 2 മണിക്കൂറിൻ്റെ ക്ലാസ് 4-5 മണിക്കൂറാവും. എനിക്ക് 5 മണിക്കൂറൊക്കെ ആയിട്ട് ഞാൻ 1x ആദ്യം സ്റ്റാർട്ടിങ്ങിലാണ് ചെയ്തപ്പോൾ. സോ എങ്ങനെ വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ നോട്ട് ചെയ്തു അല്ലേ, നോട്ട് ചെയ്തുമ്പോൾ നമ്മൾ പോസ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരുപാട് ഒരു പ്രോബ്ലം ഉണ്ടാകും. സോ 1.5x ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്ലോഗൊക്കെ പെട്ടെന്ന് തീരും. അത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ 1.5x ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് എഴുതുന്ന ആ ഒരു ടൈമിൻ്റെ വേസ്റ്റേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ 2 മണിക്കൂർ സെഷനിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാതും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടും എഴുതാൻ പറ്റും, അതിൻ്റെ കൂടെ ക്ലാസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാനും പറ്റും. ഓക്കെ, സോ ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഇയർഫോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കേൾക്കും. ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അപ്പം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബ് ചെയ്യുന്ന നോയ്സ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്നെ ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ 2 വർഷത്തെ നീറ്റ് പ്രിപ്പറേഷനിൽ ഞാൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 വർഷം കംപ്ലീറ്റ്ലി ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. പറഞ്ഞു തരാൻ ആരുമില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ 0 ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വഴി ഞാൻ ഗെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. +2 എനിക്കൊരു A+ ഒക്കെ ഉള്ളൂ, തീരെ മാർക്കില്ല, 85% ഒക്കെ ഉള്ളൂ. അതും എങ്ങനെയൊക്കെ വെറുതെ ഇട്ടെന്നാൽ അത് എനിക്ക് എക്സാം ഇല്ലായിരുന്നു, CBSE ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ അത് വേറെ വീഡിയോ ചെയ്യും, നീറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റെഡി. സോ ഇങ്ങനെയാണ് നിങ്ങൾ ബാക്ക്ലോഗുകൾ ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 മാസം കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സൺഡേ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മണിക്കൂറിൽ 2-3 മണിക്കൂർ ആക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. സോ 8 മാസം ഉണ്ട്, വിത്തിൻ 2 മാസം കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ബാക്ക്ലോഗേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ചെയ്തു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് എനിക്ക് എങ്ങനെ ബാക്ക്ലോഗ് വന്നു എന്നുള്ളതാണ്. അതായത് എനിക്ക് വന്നില്ല, അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കും ഇത് ചിലപ്പോൾ മോട്ടിവേഷൻ ആയിട്ട് മാറും. എനിക്ക് ഒരാഴ്ച നോർമലി ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എനിക്ക് കുറച്ച് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ കാര്യം പറയാം, ഞാനൊരു റിപ്പീറ്റർ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് ഓൺലൈൻ ബുദ്ധിമുട്ടാണെന്ന് ജസ്റ്റ് മനസ്സിൽ തോന്നി, വീട്ടിൽ എക്സാമിന് മാർക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ക്ലാസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവരുടെ ഓഫ്ലൈൻ ബാച്ചിലോട്ട് പോയി.
അപ്പോൾ ഓഫ്ലൈൻ ബാച്ചിലോട്ട് പോയപ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് പോകാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ 7 ദിവസം ഒരാഴ്ച ലാവിഷായിട്ട് ബുക്കൊന്നും എടുത്തില്ല. ഏതായാലും ഓഫ്ലൈനിൽ പോരുമ്പോൾ ഒരാഴ്ച എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. ആ ഒരാഴ്ചത്തെ ഏകദേശം ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചില ക്ലാസ് 2.5 മണിക്കൂറിൻ്റെ സെഷൻ ആയിരിക്കും. സോ അങ്ങനെ ബാക്ക്ലോഗുകൾ കൊണ്ട് കുടുങ്ങി. പിന്നെ ഓഫ്ലൈനിൽ പോയി. ഓഫ്ലൈനിൽ പോയപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അന്ന് രാത്രി ക്ലാസ് കഴിഞ്ഞ രാത്രി ബാക്ക്ലോഗ് തീർക്കാം. പക്ഷേ ഒന്നും നടക്കൂല. അന്നത്തെ പഠിക്കാണ്ടാവും. പിന്നെ മാത്രമല്ല ഓഫ്ലൈൻ ക്ലാസ് ഒന്നും എല്ലാവരും ഞാൻ കറൻറ്റ്ലി ഓൺലൈനിൽ മാത്രം ഇരുന്നത് കൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് മനസ്സിലാവാത്തൊരവസ്ഥ വന്നു. ഓഫ്ലൈൻ ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. ടീച്ചേഴ്സ് എന്തൊക്കെയാണ് എടുക്കുന്നു, നമുക്ക് ബാക്ക് അടിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഓൺലൈനാണ് നമുക്ക് ജസ്റ്റ് വീഡിയോ ബാക്ക് അടിക്കുക, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ ക്ലാസ്സും ബാക്ക്ലോഗായി, ഇതും ബാക്ക്ലോഗായി. ഏകദേശം 100+ ഹവേഴ്സ്, 100ഉം അല്ല, ഒരുപാട് ക്ലാസ് ബാക്ക്ലോഗായി. ആകെ കുടുങ്ങി. പിന്നെ ഞാൻ വേഗം വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് നേരെ ഒരു മാസം കംപ്ലീറ്റ്, ഒരു മാസം മാത്രം ഹോസ്റ്റലിൽ നേരെ വീട്ടിൽ വന്നു. പിന്നെ വീണ്ടും ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ റിപ്പീറ്റ് സമയത്ത് എനിക്ക് എന്താ പറയുക, 0 മാർക്ക് എന്നൊക്കെ ഞാൻ ഏകദേശം 505 മാർക്ക് ഗെയിൻ ചെയ്തു. 505 മാർക്ക് ഏകദേശം നല്ല സ്കോറായിരുന്നു. കാരണം ഇപ്പോഴത്തെ നിങ്ങൾ റാങ്കും സ്കോറും വെച്ച് നോക്കണം. അന്നൊക്കെ 505 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കായിരുന്നു. ഓക്കെ, നമുക്കൊരു പ്രൈവറ്റിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു, അതായത് ഹാഫ് മെറിറ്റിലൊക്കെ നല്ല കോളേജിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ ആ ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് ക്ലിയർ ചെയ്ത് ചില ക്ലാസ്സസൊക്കെ 3x വരെ ഇട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതായത് 3x ഇട്ട് കണ്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ചില ക്ലാസ് എന്താ പറയുക 1.2x ഇട്ട് കണ്ട ക്ലാസ് പെട്ടെന്ന് സ്ക്രിബിൾ ചെയ്ത് നോട്ട് ചെയ്തു. പിന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹൈലി വോളട്ടൈലായി, ചില ടോപ്പിക്ക് ഹൈലി വോളട്ടൈൽ ടോപ്പിക്സ്. അപ്പോൾ വീണ്ടും ഞാൻ 3x ഇട്ട് കേട്ടിക്കഴിഞ്ഞാൽ ഏകദേശം കുറച്ചൊക്കെ സെറ്റ് ആവും. ഓക്കെ, പ്രോബ്ലം ചെയ്യാതെ ചെറിയൊരു ഐഡിയ ടെക്നിക്കൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ, എൻ്റെ ഒരു ബാക്ക്ലോഗ് ഞാൻ അങ്ങനെയാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ബാക്ക്ലോഗേഴ്സ് ആരും വിഷമിക്കേണ്ട. ബാക്ക്ലോഗ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. 100+ ഹവേഴ്സ്, അതായത് 50+ ക്ലാസ്സസ് ഒക്കെ എനിക്ക് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കേട്ട് തീർത്തിട്ട് തന്നെയാണ് നീറ്റ് നേടിയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലാണ്. ഓക്കെ, സോ ഏതൊരു വ്യക്തിക്കും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, എത്ര വലിയ കോമ്പറ്റീഷൻ ആയാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആൾ ദി ബെസ്റ്റ്.